നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെത്തിയാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തിയത്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്ന് സഭാ നേതൃത്വം വി.ഡി. സതീശനോട് ആവശ്യപ്പെട്ടു. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പും നൽകി. സിനഡ് സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഇന്നലെ രാത്രി 9:30 വി.ഡി. സതീശൻ എത്തിയത്. പൈലറ്റ് വാഹനവും ഔദ്യോഗിക വാഹനവും ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലായിരുന്നു സന്ദർശനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മറ്റ് ബിഷപ്പുമാരുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ചയും നടത്തി. അത്താഴ വിരുന്നിനും പങ്കെടുത്ത ശേഷമായിരുന്നു വി.ഡി. സതീശന്റെ മടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ സതീശൻ സഭാ ആസ്ഥാനത്തെത്തി നടത്തി കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. സിനഡ് നടക്കുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മറ്റാർക്കോ പ്രവേശനം നൽകാറുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ പിന്തുണയും വി.ഡി. സതീശൻ തേടിയിട്ടുണ്ട്. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ സഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപന നിയമനം, വന്യജീവി ആക്രമണം, കാർഷിക വിഷയങ്ങൾ എന്നിവ പരിഗണിക്കണമെന്നാണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പരിഹാരം വേണമെന്നും വി.ഡി. സതീശനോട് സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം വി.ഡി. സതീശൻ നടത്തിയ ഇടപെടലുകൾ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ പിന്തുണ യു.ഡി.എഫിന് ലഭിക്കുന്നതിൽ വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. വി.ഡി. സതീശൻ സഭാസ്ഥാനത്തെത്തി ബിഷപ്പുമാരുമായി സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് രമേശ് ചെന്നിത്തല താനുമായി ചർച്ച ചെയ്തിരുന്നു. അതിൽ രഹസ്യമില്ല. താനും ഉമ്മൻചാണ്ടിയും ഇതുപോലെ മുൻപും കണ്ടിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനെന്താ തെറ്റ്? ഞങ്ങളൊക്കെ കാണുന്നല്ലേ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അവരോട് സംസാരിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. ഞാനുമായി സംസാരിച്ചിട്ട് ഈ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അവിടെ സെനഡ് നടക്കുകയാണ്. അവിടെ അവരെ കണ്ടാൽ എന്താ തെറ്റ്? ഞാനും ഒരു രഹസ്യമില്ല. ഞാനും ഉമ്മൻചാണ്ടി ഇതിനു മുമ്പും ഞങ്ങൾ അവരെ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതിലൊരു തെറ്റുമില്ല. കേരള കോൺഗ്രസ് മാണിയെ യു.ഡി.എഫിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലീഗും ശ്രമങ്ങൾ തുടരുമ്പോൾ ആ നീക്കത്തെ വെട്ടുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. തോൽക്കുമെന്നുറപ്പായപ്പോൾ എം.എൽ.എയും മന്ത്രിയുമാകാൻ യു.ഡി.എഫിലേക്ക് വരുന്നവർക്ക് സീറ്റ് വിട്ടു നൽകാൻ ജോസഫ് വിഭാഗത്തെ കിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും തഴഞ്ഞ് ജോസ് കെ മാണിയെയും കൂട്ടരെയും കൊണ്ടുവരാനാവില്ല. ലീഗ് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരില്ല. അതിനാലാണ് ലീഗ് നേതൃത്വം ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നത്. ഇനിയൊരു നഷ്ടക്കച്ചവടത്തിന് കേരള കോൺഗ്രസ് ജോസഫിനെ കിട്ടില്ലെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു അപ്പു. കോൺഗ്രസ് മാണിയും കേരള കോൺഗ്രസും ജോസഫും ഒരേ മുന്നണിയിൽ വരിക എന്നുള്ളതാണ്. അത് സാധ്യമാണോ അല്ലയോ? ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ ഇപ്പം അതിൻ്റെ ഒരു പ്രായോഗികത ഞാൻ ബുദ്ധിമുട്ട് താങ്കൾ പറഞ്ഞു. അല്ല, പ്രായോഗികത ഇപ്പം പറയാം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം ഈ പറയുന്ന യു.ഡി.എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ല എടുക്കുക, ചങ്ങനാശ്ശേരിയിൽ അവരുടെ സിറ്റിംഗ് എം.എൽ.എ, കാഞ്ഞിരപ്പള്ളിയിൽ അവരുടെ സിറ്റിംഗ് എം.എൽ.എ, അതുപോലെ പൂഞ്ഞാറിൽ അവരുടെ സിറ്റിംഗ് എം.എൽ.എ. അവിടെയൊക്കെ ഈ മുന്നണിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് വെട്ടിയും നിന്ന ഒത്തിരി ആളുകൾ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഇപ്പോഴത്തെ രീതിയിൽ ചങ്ങനാശ്ശേരിയും ഇടതുപക്ഷം തോറ്റുപോകും, ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയും ഇടതുപക്ഷം തോറ്റുപോകും, പൂഞ്ഞാറും തോറ്റുപോകും. തോറ്റ് നിൽക്കുന്ന കുറേ ആളുകളെ പിടിച്ച് വീണ്ടും മുന്നണി കൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് സീറ്റ് നിരാകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കോൺഗ്രസോ കേരള കോൺഗ്രസോ എഗ്രി ചെയ്യുമെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറയാം, ഞാൻ അതുപോലെ കേൾക്കുക. റാന്നി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ സാഹചര്യത്തിൽ പ്രമോദ് നാരായണൻ ജയിക്കുന്നൊരു സീറ്റാണ്. ഈ പ്രാവശ്യം റാന്നിയിലെ ജില്ലാ പഞ്ചായത്ത് 2 ഡിവിഷനാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു, ഒന്ന് കോൺഗ്രസിൻ്റെ ഒരു ആർക്കിടെക്റ്റായിട്ടുള്ളൊരു യുവ നേതാവ് അവിടെ ജയിച്ചിട്ടുണ്ട്. ആ സീറ്റ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പ്രാവശ്യം അവിടെ ജയിക്കും. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ 5ഉം ജയിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ഈ പറയുന്ന യു.ഡി.എഫ്, അത് ഇടുക്കിയിലെ 17
ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 14 UDF ജയിച്ചു. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ തട്ടകം എന്ന് പറയുന്ന കോട്ടയത്ത് ബഹുഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു നിൽക്കുക. പത്തനംതിട്ടയും തിരിച്ചു പിടിച്ചു. അവരുടെ ഈ പറയുന്ന ഒരു സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ അവരില്ലാണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDF കിട്ടി എന്ന് പറയുമ്പം പിന്നെ അവരെ കൊണ്ടുവരുന്നതിന് ആവശ്യമെന്തോ? പിന്നെ ആർക്കാണ് നിർബന്ധം കൊണ്ടുവരുവാനായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം? അത് ഞാനത് വ്യക്തിപരമായിട്ട് പറയുന്നതിൽ വിഷമതകളുണ്ട്. പക്ഷേ ഞാൻ എന്നാലും പറയുവാണ്, ആ പറയുന്ന ആളുകൾക്കൊന്നും അവരുടെ മേഖലകളിൽ ഇവർ വന്നു കഴിഞ്ഞാൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പ്രസ്താവനകളൊക്കെ നമ്മൾ അല്ല ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവിടെ ഇവർ വന്നതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ കോട്ടയം ജില്ലയിൽ ഇത്രയും നാളും വെള്ളം കോരി വിറക് വെട്ടി നടന്ന ആളുകൾ ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഉജ്ജ്വലമായിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം ഭരണത്തിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അനുഭവിച്ച് അവിടെ നിന്നൊരു കക്ഷി ഇനി അധികാരത്തിന് വേണ്ടി മാത്രം തിരിച്ച് UDFിലേക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. കാരണം താല്പര്യമുണ്ട്. ഞാൻ പറയുന്നതേ, അവിടെ നിന്നിട്ട് മാണി സാറിൻ്റെ പാർട്ടി എന്നാ പറയുന്നേ, കർഷകർക്ക് വേണ്ടി ഒരു ചെറു വിരൽ അവർ അനയ്ക്കൂ. അപ്പോൾ പറയുന്നത് പ്രായോഗികമായ കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രായോഗികത എന്തുകൊണ്ടാണ് UDFിലെ മറ്റു നേതാക്കൾക്ക് മനസ്സിലാകാത്തത്? അല്ല, ലീഗിനെ മാത്രമല്ല, ലീഗ് മാത്രമല്ല കോൺഗ്രസിന്റെ ലീഡർഷിപ്പും സ്വാഗതം ചെയ്യുന്നുണ്ട് ജോസ് കെ മാണിയെ. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവാണ് അവിടെ പ്രതിഫലിക്കുന്നത്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഒക്കെ പറയുന്നതൊക്കെ ഈ മേഖലയിലുള്ള ആളുകളല്ല. അതൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കേരള കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ഈ ആവശ്യം ഉന്നയിക്കാൻ. പക്ഷെ എന്നാലും കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ലീഗ് സമ്മർദ്ദം ചെലുത്തിയാൽ ജോസഫ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വരുന്നതുകൊണ്ട് ലീഗിന് ഒരു നഷ്ടമില്ല. കാരണം ലീഗിൻ്റെ സീറ്റ് മുഴുവൻ മലബാറിൽ ഇവിടെയൊക്കെയാണ്. ലീഗിന് എന്താണ്, നമുക്ക് ഭരണം പിടിക്കണം. ലീഗ് പറയുന്ന ഒരു നല്ല കാര്യം തന്നെ, ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. മാക്സിമം ആളുകളെ UDFിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മധ്യ കേരളത്തിലുള്ള പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താ പറയുക, വെള്ളം കോരിയും വിറക് വെട്ടി നടന്ന ആളുകൾക്ക് അവർക്ക് ഒരു സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിട്ട് തോക്കാൻ നിൽക്കുന്ന ചങ്ങനാശ്ശേരി തോറ്റുപോകും, കാഞ്ഞിരപ്പള്ളി തോറ്റുപോകും, പൂഞ്ഞാറ് തോറ്റുപോകും, റാന്നി തോറ്റുപോകും, ഇടുക്കി തോറ്റുപോകും. തോക്കാൻ നിൽക്കുന്ന ആളുകൾ അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം UDFിലേക്ക് വരുന്നതിന്, നമ്മുടെ UDFിലെ ആളുകളുടെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം ചെറുത്ത് കേരള കോൺഗ്രസ് ജോസഫ്. കുട്ടനാട്ടിലും ഇടുക്കിയിലും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും പാർട്ടി മത്സരിക്കുമെന്ന് അപ്പു ജോസഫ്. 10 സീറ്റിൽ 1 സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല. PJ ജോസഫ് ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ തൊടുപുഴയിൽ മത്സരിക്കുമെന്നും അപ്പു കൂട്ടിച്ചേർത്തു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 സീറ്റുകളാണ് മത്സരിക്കുവാനുള്ളത്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾ ഇത്തവണ കരുത്ത് തെളിയിച്ച സ്ഥിതിക്ക് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതല്ലേ? അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിയിലെ എന്ന് പറയുന്നത് പ്രമുഖരായ നേതാക്കന്മാരെ മുകളിലുണ്ട്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ആ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ശക്തിയാണ്. അപ്പം ഒരു കോൺഗ്രസ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ട് പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 13 സീറ്റുകൾ കൊടുത്തു. നമ്മുടെ കുറ്റ്യാടി ഉൾപ്പെടെ അവിടെ എന്തോ ഒരു പ്രാദേശിക വിഷയം വന്നപ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് 12 സീറ്റുകൾ കൊടുത്തു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഘടക കക്ഷികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതിൽ എന്താ പറയുക വിഷമതകളുണ്ട്. പല ഫാക്ടേഴ്സും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് 80 സീറ്റായിരിക്കുമോ 100 ആയിരിക്കുമോ എന്നുള്ളത് ആ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ. ഈ 10 തന്നെ നിങ്ങളുടെ 10 കുറയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി കുറയുന്ന മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തലുണ്ട്. ശക്തി കുറഞ്ഞ നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, തിരുവല്ലയിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, കോതമംഗലത്ത് കഴിയുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 93 സീറ്റ്, ഞാൻ പറയുന്നത് 93 സീറ്റ് മത്സരിച്ച കോൺഗ്രസിന് 22 സീറ്റല്ലേ ജയിച്ചുള്ളൂ, ഏതാണ്ട് 20%. നമ്മൾ 10 സീറ്റ് മത്സരിച്ചു, 2 പേര് ജയിച്ചു, 20%. അപ്പോൾ കോൺഗ്രസിനെ നിർത്തി
സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സീറ്റ് വിട്ടുകൊടുത്ത് കേരള കോൺഗ്രസിന് കൊടുക്കണമെന്ന് പറയുമോ? അതൊക്കെ ഈ ഇലക്ഷൻ സമയത്തുള്ള കുറേ ആളുകളുടെ കുറേ നറേറ്റീവ്സ് മാത്രം കണ്ടാൽ മതി. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസ് മത്സരിച്ചിരിക്കും. അത് ഇന്ന് രാവിലെ മോഹൻ ജോസഫ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ചെയർമാനും അത് പറഞ്ഞിട്ടുണ്ട്. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട 10 സീറ്റുകളാണ്. 11 വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ നമ്മൾ പറയുന്ന ഇതിനകത്തൊരു ഇനിയൊരു എന്ത് പറയുന്നത്, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമില്ല എന്ന് ഇന്ന് മോഹൻ ജോസഫ് പാർട്ടിയുടെ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ഇത്തവണ മത്സരിക്കുമോ ഇല്ലയോ? അപ്പച്ചനോ? ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലോ. ഇന്ന് തൊടുപുഴയിലെ തൊടുപുഴ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം ഒരു മാതൃകയാണ്. PJ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്തതുപോലത്തെ ഒരു കാര്യം ഈ കേരളത്തിലെ ഒരു MLA പോലും ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അപ്പച്ചനെ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ റെക്കോർഡായിരുന്നു. 45,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഈ കഴിഞ്ഞ പ്രാവശ്യം അപ്പച്ചൻ മത്സരിച്ചപ്പം അപ്പച്ചൻ കോവിഡ് പിടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് SIT ഇവിടെ എന്ത് പറയുന്ന ഇവിടുത്തെ ICUയിൽ 1 മാസം കിടന്നതാണ്. എന്നിട്ടും ശക്തമായ ഇടത് തരംഗത്തിൽ വീട്ടിലിരുന്ന് അപ്പച്ചൻ ജയിച്ചതാണ് 22,000 23,000 വോട്ടിന്. PJ ജോസഫ് എന്ന് പറയുന്നത് തൊടുപുഴക്കാരുടെ ഹൃദയത്തിലുള്ളൊരു ഒരു വ്യക്തിയാണ്. അപ്പച്ചൻ ഇനിയും ആരോഗ്യമുണ്ടെങ്കിൽ അപ്പച്ചൻ മത്സരിക്കും. തൊടുപുഴയിൽ നിന്നൊരു നല്ല മന്ത്രിയായിട്ട് വീണ്ടും തൊടുപുഴ വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.